മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി അവസാന തയ്യാറെടുപ്പ് നടത്തുന്ന +1 വിദ്യാർത്ഥികൾക്കും +1-ൽ ഫുൾ മാർക്കിന് ശ്രമിക്കുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ പ്രത്യേക വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 7 ബൈനോമിയൽ തിയറം. ഒന്നാമത്തെ ചോദ്യം, the value of nc0 plus nc1 plus nc2 plus etc plus ncn is. അതുപോലെ രണ്ടാമത്തെ മറ്റൊന്ന് nc0 plus nc2 plus nc4 plus nc6 plus etc. മൂന്നാമത്തെ the value of nc1 nc3 nc5 nc7 etc. അതായത് ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം: സം ഓഫ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റ്. രണ്ടാമത്തത് സം ഓഫ് ഈവൺ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റ്. മൂന്നാമത്തെ സം ഓഫ് ഓഡ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റ്. നമുക്കറിയാം ഈ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ സം ഓഫ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 2n. ഈവൺ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റും ഓഡ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റും ഈക്വലാണ്, അതായത് 2n/2, 2n-1. സം ഓഫ് ഈവൺ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റും സം ഓഫ് ഓഡ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റിൻ്റെയും വാല്യൂ 2n-1. 1 മാർക്കിൻ്റെ സിമ്പിളായ ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. യൂസിങ് ബൈനോമിയൽ തിയറം expand x plus 1 by x all raised to 4. Find the term independent of x in this expansion. രണ്ട് ചോദ്യമാണുള്ളത്. ആദ്യമായിട്ട് x plus 1 by x all raised to 4. അതായത് ഇവിടെ എയുടെ വാല്യൂ എക്സും ബിയുടെ വാല്യൂ 1/x, എന്നിൻ്റെ വാല്യൂ 4. a plus b all raised to n എന്ന ബൈനോമിയൽ തിയറത്തിലെ എക്സ്പാൻഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് 4c0 x raised to 4, ആദ്യം മാക്സിമം പവർ, ദെൻ 4c1 x³ തുടർന്ന് 1/x പ്ലസ് 4c2 x² ഇൻറ്റു 1/x² പ്ലസ് 4c3 x ഇൻറ്റു 1/x ഹോൾ ക്യൂബ് പ്ലസ് 4c4 ഇൻറ്റു 1/x raised to 4. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ടേമിൽ എക്സിന് മാക്സിമം പവർ, പിന്നെ ഒരു പവർ കുറഞ്ഞു, x³ ആയി, x² ആയി, x ആയി, ദെൻ x raised to 0, അതാണ് ഇവിടെ 1. അതുപോലെ ആദ്യ ടേമിൽ 1/x raised to 0 ആണ്. രണ്ടാമത്തെ ടേമിൽ 1/xൻ്റെ പവർ 1, രണ്ടാമത്തേൽ 1/xൻ്റെ പവർ 2, മൂന്നാമത്തേൽ 1/xൻ്റെ പവർ ക്യൂബ്, ദെൻ നാലാമത്തെ കേസിൽ, അതായത് അഞ്ചാമത്തെ ടേമിൽ 1/x all raised to 4. ഇതേ രീതിയിലാണ് ഇതിലെ എക്സ്പാൻഷൻ പുരോഗമിക്കുന്നത്. നമുക്കിനി ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. 4c0 1 ആണ്, അതുകൊണ്ട് x raised to 4. ദെൻ 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്, x³ ബൈ 1/x അല്ലെങ്കിൽ x³ ഇൻറ്റു 1/x, 4x². ഇനി അടുത്തത് 4c2 എന്ന് പറഞ്ഞാൽ 6 ആണ്, x² ഇൻറ്റു 1/x², 6x² ബൈ x², ദാറ്റ് ഈസ് 6, പ്ലസ് 4c3 എന്ന് പറഞ്ഞാൽ 4 ആണ്, ബൈ x² എന്ന് വരുന്നു. ദെൻ 4c4 1 ബൈ x raised to 4. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷനായിട്ട് വരുന്നത്. ഇനി ഇതിൽ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് നമുക്കറിയാം. ഇതിൽ 6 എന്ന ടേമിൽ എക്സ് ഇല്ല, അതുകൊണ്ടാണ് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്. ദെൻ ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യം, ഇവിടെ പ്ലസ് ആണ്, ദെൻ മൈനസിൻ്റെ രീതിയിലുള്ള മറ്റൊരു എക്സ്പാൻഷൻ. യൂസിങ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് 2x - 3 all raised to 5. ഇവിടെ a - b all raised to n, അതിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2x - 3 all raised to 5 ഈക്വൽ ടു, കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ എയുടെ വാല്യൂ 2x, ബിയുടെ വാല്യൂ 3, എന്നിൻ്റെ വാല്യൂ 5. 5c0 2xൻ്റെ മാക്സിമം പവർ, then minus 5c1 2x all raised to 4 into 3, then plus alternate positive negative എന്ന രീതിയിൽ 5c2 2x raised to 3 3² minus 5c3 2x raised to 2 3 raised to 3, then plus 5c2 2x into 3 raised to 4, then minus 5c5 3 raised to 5. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ 2xൻ്റെ പവർ മാക്സിമം, ദെൻ 2xൻ്റെ പവർ 1 കുറഞ്ഞു, 1 കൂടി കുറഞ്ഞു, 3 ആയി, 2 ആയി, 1 ആയി, ദെൻ 0. അതുപോലെ ആദ്യ ടേമിൽ 3ക്ക് പവർ ഇല്ല, 3 raised to 0 ആണ്.
then 3 raised to 1, 3 raised to 2, 3 raised to 3, 3 raised to 4, 3 raised to 5. ഇതേ രീതിയിലാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. 5c0 എന്ന് പറഞ്ഞാൽ 1, 2 raised to 5, x raised to 5. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കുന്നു. 5c1 5 ഇൻറ്റു 2 raised to 4, x raised to 4 ഇൻറ്റു 3. 5c2 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 2 raised to 3, x raised to 3, 3 square. Then minus 10 into 2 raised to 2, x raised to 2, 3 raised to 3. Then plus 5 into 2x into 3 raised to 4 minus 5c5 1 ആണ് into 3 raised to 5. Simplify that, we get 32x raised to 5 minus 240x raised to 4 plus 720x cube. ഇതേ രീതിയിൽ കംപ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. Therefore 2x minus 3 all raised to 5 equal to ഇതേ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടേമിൻ്റെ പവർ ഒന്ന് നോക്കാം. മാക്സിമം 5 വന്നാൽ ആദ്യ ടേമിൽ 5, then 4, 3, 2, 1, 0 കോൺസ്റ്റൻ്റ് ഇട്ട്. ദെൻ ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 5 സ്ക്വയർ ഓൾ റേസ് ടു 5. ഇതിൽ എത്ര ടേം ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിൽ പവർ n ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് n+1. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. എക്സ് മൈനസ് 5 ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 5 ഈക്വൽ ടു എക്സ് മൈനസ് 5 ഓൾ റേസ് ടു 10. പവർ 10 ആണ്, അതുകൊണ്ട് നമ്പർ ഓഫ് ടേംസ് 10+1 11 ആയിട്ടാണ് വരുന്നത് എന്നർത്ഥം. അടുത്ത വീഡിയോയിൽ കോണിക് സെക്ഷനിലെ പ്രധാനമായ എല്ലാ ആശയങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.